നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് അല്ലേ? മെയിൻസിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്? പവർ എങ്ങനെയെങ്കിലും താഴോട്ട് കൊടുക്കുക അല്ലെ? എന്ന് വെച്ചാൽ സെൻട്രലൈസ്ഡ് ആവാതെ താഴെയുള്ള ആൾക്കാർക്കും പവർ എത്തിക്കുക. അപ്പോൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, മുനിസിപ്പാലിറ്റീസ്, അതിന്റെ റിലേറ്റഡ് ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സംഭവം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം മെയിൻസിൽ. Okay, so let's start with the questions. See the first question. Okay, consider the statements regarding panchayats which are correct. Consider the statements regarding panchayats which are correct. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാണ് ചോദ്യം. Members of panchayat are elected directly by the people of Gram Sabha. ഇതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. Members of panchayat are elected directly by the ഗ്രാം സഭ. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അപ്പൊ മെമ്പേഴ്സ് ഓഫ് ദി പഞ്ചായത്ത് ആർ ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദി പീപ്പിൾ ഓഫ് ഗ്രാം സഭ. അത് ശരിയാണ് അല്ലെ? സംഭവം ഗ്രാം സഭ എന്ന് പറയുമ്പോൾ ദോസ് അഡൽട്സ് ഹു ആർ 18 ഇയേഴ്സ് ആൻഡ് എബോ അല്ലെ, അവർക്ക് എന്ത് ചെയ്യാം? വോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അവർ ഡയറക്റ്റ് ആയിട്ടാണ് ഇലക്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അല്ലെ? അപ്പൊ മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത് ആർ ഇലക്ടഡ് ഡയറക്ട്ലി ബൈ ദ പീപ്പിൾ ഓഫ് ഗ്രാം സഭ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. അടുത്ത് നോക്കിയേ, the elections of panchayats are conducted by the state election commission. അപ്പൊ രണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ടല്ലോ, ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്? പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, വൈസ് പ്രസിഡൻസ് ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ, പിന്നെ അസംബ്ലി ഇലക്ഷൻ. ബട്ട് elections of the panchayats are conducted by the state election commission. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണോ? അതും ശരിയാണ്. Elections to the panchayats are conducted by the state election commission. That is also true. Clear? അടുത്ത നോക്കാം. The central government may by law, LAW ആണ്, authorize a panchayat to levy taxes. ഓക്കെ, ഇതിൽ എന്താണ് ഒരു കുഴപ്പം പോലും കാണുന്നുണ്ടോ? നിങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചു നോക്കി. The central government may by law authorize a panchayat to levy taxes. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സെൻട്രൽ ഗവൺമെന്റ് ആണോ നിയമം ഉണ്ടാക്കുന്നത്, അതോ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. ഇവിടെ ആരാണ്? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മെയ്ഡ് ബൈ ലോ ഓത്തറൈസ് എ പഞ്ചായത്ത് ടു ലിവൈ ടാക്സ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ഏത് ആർട്ടിക്കിൾ ആണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 243H ഇത് പറയുന്നുണ്ട്. കണ്ടോ? അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അല്ല, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് മേ ബൈ ലോ ഓത്തറൈസ് എ പഞ്ചായത്ത് ടു ലിവൈ ടാക്സസ്. വിച്ച് ആർട്ടിക്കിൾ? ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 243H. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരുന്നത്? 1 and 2 ഓൺലി മാത്രമല്ലേ വരുന്നുള്ളൂ. നമുക്ക് ഇനി നോക്കാം അത് ഏത് ഓപ്ഷനിലാണ് ഉള്ളതെന്ന്. ബിക്കോസ് മെയിൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ടേ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നോക്കാം ഏതൊക്കെയാണ്. A 1 and 2 only, B 1 and 3 only, C 2 only, D 1, 2, 3 only. അപ്പൊ ഉറപ്പായിട്ടും ആൻസർ എന്താ? 1ന്റെ ആൻസർ ഈസ് 1A 1 and 2 only. Because why the third statement is wrong? Because state government ആണ് made by law authorize ചെയ്യുന്നത് to panchayats. അവിടെ സെൻട്രൽ ഗവൺമെന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. That is why അത് തെറ്റാണ്. അപ്പൊ ആൻസർ ഫോർ 1 എന്താ? A 1 and 2 only. Okay, fine. അടുത്ത നോക്കാം. Consider the following statements. Mahatma Gandhi National Rural Employment Guarantee Act scheme has been launched as a part of implementing Article 40. Okay, again rural ആണ് കേട്ടോ, വില്ലേജിനെ പറ്റി പറയുന്നുണ്ട്. Mahatma Gandhi National Rural Employment Guarantee Scheme has been launched as a part of implementing Article 40. ശരിയാണോ അത്? അല്ല അല്ലെ. ആർട്ടിക്കിൾ 40 പറ്റി എന്താ പറയുന്നത്? ആകപ്പാടെ ആർട്ടിക്കിൾ 40 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്തിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അവിടെ ജോലി കൊടുക്കണമെന്നോ അതിനെപ്പറ്റി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ ഇവിടെ ഏത് സ്കീമിനെ പറ്റി എടുത്തു പറയുന്നത് നോക്കിയ സംഭവം? അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് ഏത് ആർട്ടിക്കിളുമായിട്ടായിരിക്കും റിലേറ്റഡ് ആവാൻ കുറെ കൂടെ ചാൻസ് ഉള്ളത്? മിക്കവാറും അത് ഏതായിരിക്കും? ആർട്ടിക്കിൾ 43 അല്ലേ വരണ്ടേ? അവിടെയല്ലേ ലിവിംഗ് വേജ് ഫോർ വർക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. ക്ലിയർ? അടുത്ത നോക്കാം.
Article 43 of the Indian Constitution directs state government to organize village panchayat. അത് ശരിയാണോ? ആർട്ടിക്കിൾ 43 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ ഡയറക്ട് ചെയ്യുന്നത് ടു ഗവൺമെന്റ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്? അത് തെറ്റല്ലേ? അത് ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ആർട്ടിക്കിൾ 40 ആണ് വരുന്നത് അല്ലെ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓൾ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന്, കറക്റ്റ് ആണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്നും രണ്ടും തെറ്റാണെന്നല്ലേ കാണിച്ചിരിക്കുന്നത്. അപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ത് രീതിയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 43 ആണ്. അതിലാണ് ലിവിംഗ് വേജ് എക്സെട്ര ഫോർ വർക്കേഴ്സിനെ പറ്റി പറയുന്നത്. ആർട്ടിക്കിൾ 40 ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡയറക്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ഓർഗനൈസ് വില്ലേജ് പഞ്ചായത്ത്. അപ്പൊ ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. നൗ സീ ദ ക്വസ്റ്റ്യൻ, വിച്ച് ഓൾ എബോവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒന്നും രണ്ടും തെറ്റാണ് അല്ലേ? അപ്പൊ ഏതാ വരണ്ടേ? എ 1 only, ബി 2 only, സി ബോത്ത് 1 and 2, ഡി നൺ അല്ലേ? ആൻസർ സി ആണ്. രണ്ടും തെറ്റാണ്. ക്ലിയർ? ഇതിൽ രണ്ടും ശരിയാണെങ്കിൽ ഏത് വന്നേനെ? നൺ. രണ്ടും ശരിയല്ല. കിട്ടുന്നുണ്ടോ? അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടും തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത് ആർട്ടിക്കിൾ 43 ആണ്. അടുത്ത വില്ലേജ് പഞ്ചായത്ത് കാണുമ്പോൾ അവിടെ ആർട്ടിക്കിൾ 40 ആണ് വരേണ്ടത്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ ചില സമയത്ത് സ്റ്റേറ്റ്മെന്റും കൂടെ നോക്കണേ. താഴെ ഏതാണ് കറക്റ്റ്, ഏതാണ് തെറ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും തെറ്റാണ്. 1ൽ ആർട്ടിക്കിൾ 43 ആണ് വരേണ്ടത്, 2ൽ ആർട്ടിക്കിൾ 40 ആണ് വരേണ്ടത്. അപ്പൊ രണ്ടും തെറ്റാണ്. അപ്പൊ ഒന്നും രണ്ടും തെറ്റാണ്. ബോത്ത് ആർ നോട്ട് കറക്റ്റ്. ക്ലിയർ? ഫൈൻ. അടുത്ത നോക്കാം. വിച്ച് ഓഫ് ദ ഗിവൺ ബിലോ ആർ ദ ഫങ്ഷൻസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ്? നോക്കിയേ, പബ്ലിക് ഹെൽത്ത്, സാനിറ്റേഷൻ, മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ആൻഡ് പബ്ലിക് യൂട്ടിലിറ്റി സർവീസസ്. അപ്പൊ ഏത് ആർട്ടിക്കിളെ പറ്റി അവർ പറയുന്നത്? ആർട്ടിക്കിൾ 243W പറ്റിയായിരിക്കും പറയുന്നത് അല്ലേ? അതിനകത്താണ് പവേഴ്സ്. 243W എന്നൊക്കെ പറഞ്ഞ് ഓർത്തു വെച്ചു. പവേഴ്സ്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗിവൻ ബിലോ ആർ ഫങ്ഷൻസ് ഓഫ് ദി ലോക്കൽ സെൽഫ് ഗവൺമെന്റ്? പബ്ലിക് ഹെൽത്ത് ഉണ്ടോ? ഉണ്ട്. സാനിറ്റേഷൻ ഉണ്ടോ? ഉണ്ട്. മെയിൻ്റെനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ഉണ്ടോ? ഇല്ല അല്ലെ? അത് പോലീസും സ്റ്റേറ്റും ഇത് നോക്കിക്കൊള്ളുമായിരിക്കും. പിന്നെ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ 1, 2 and 4 given below are the functions of the local self-government. 1, 2 and 4 are the functions of the local self-government. നോക്കിയേ, അങ്ങനത്തെ ഓപ്ഷൻ വല്ലതും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കിടക്കുന്നത് നോക്കിയേ. A 1 and 2 only, B 2 and 3 only, C 1, 2 and 4 only, D 2, 3 and 4 only. അപ്പൊ ആൻസർ എന്താ വരേണ്ടത്? തേർഡിന്റെ ആൻസർ is 3C, 1, 2 and 4 only അല്ലേ? ആർട്ടിക്കിൾ 243W. എപ്പോഴും when you are reading about democratic decentralization, ആ പഞ്ചായത്ത് രാജിന്റെ ആർട്ടിക്കിൾസ് കൂടെ നോക്കി വെച്ചോണേ സംഭവം. ബിക്കോസ് അവര് ആർട്ടിക്കിൾസും ചോദിക്കാം, കൂടെ സ്റ്റേറ്റ്മെന്റും ചോദിക്കാം. അപ്പൊ 3 ആൻസർ is C, 1, 2 and 4 only. ഇപ്പൊ ഏതൊക്കെയാ ശരി എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് മൂന്നും ശരിയാണ് സംഭവം. ഓക്കെ, ഫൈൻ. അടുത്ത നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. The decentralization system was recommended by the Ashok Mehta Committee. ശരിയാണോ? The decentralization system was recommended by the Ashok Mehta Committee. അത് തെറ്റല്ലേ? ആരാ റെക്കമെൻഡ് ചെയ്തേ? The decentralization system was recommended by Balwant Rai Mehta Committee. Balwant Rai Mehta Committee. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേ. എന്നിട്ട് അടുത്ത് നോക്കുക. അടുത്ത സ്റ്റോറി നോക്കിയേ. 2-tier model was recommended by Ashok Mehta Committee for Panchayati Raj. 2-tier model was recommended by Ashok Mehta Committee. അത് ശരിയാണോ? രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണല്ലേ? 3-tier ആരെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? അത് ബൽവന്ത് റായി ആയിരുന്നു. ബട്ട് ഇവിടെ ചോദ്യം എന്താ? The 2-tier Panchayati Raj system was recommended by the Ashok Mehta Committee. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ അല്ലെ? ഒരു ഗ്രാമപഞ്ചായത്ത് പറയാം, പിന്നെ ബ്ലോക്ക് ഓർ താലൂക്ക് ലെവൽ അങ്ങനെ വേണമെങ്കിൽ പറയാം സംഭവം. അപ്പൊ 2-tier സിസ്റ്റം ആരാ റെക്കമെൻഡ് ചെയ്ത്? അശോക് മെഹ്ത കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചോദ്യം നോക്കാം, വിച്ച് ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? ആകെപ്പാടെ 2 only അല്ലേ കറക്റ്റ് വരുന്നത്? നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന്. A 1 only, B 2 only, C both 1 and 2, D none. അപ്പൊ ഉറപ്പായിട്ടും ആൻസർ എന്താ വരണ്ടേ? ആൻസർ ഈസ് B
2 only. Answer is B, 2 only. Why the first statement is wrong? Because decentralization system was recommended by ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി അല്ല 1957 ആ സമയത്താണ് അത് വന്നിരിക്കുന്ന സംഭവം, അല്ലാതെ അശോക് മെഹ്ത്ത കമ്മിറ്റി അല്ല ആദ്യമായിട്ട്. ക്ലിയർ? ഫൈൻ. അപ്പൊ അങ്ങനെ ഓർത്ത് വെച്ചോണേ സംഭവം. decentralization system was first recommended by Ashok Mehta committee. അല്ല, ആദ്യം ആരാ ചെയ്ത്? ദാറ്റ് ഈസ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ഫൈൻ. Consider the following statements. There is a mention of village panchayat in Kautilya's Arthashastra. മറ്റേ സിലബസിൽ കണ്ടില്ലേ പഞ്ചായത്ത് രാജ് സിസ്റ്റം ഡ്യൂറിങ് ഏൻഷ്യന്റ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ there is a mention of village panchayat in Kautilya's അർത്ഥശാസ്ത്ര. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്താണ് തോന്നുന്നത്? There is a mention of village panchayat in Kautilya's അർത്ഥശാസ്ത്ര. അത് ശരിയാണ്, മെൻഷൻ ചെയ്യുന്നുണ്ട്. The town was referred to as Spur, P-U-R എന്നൊക്കെ പറയും കേട്ടോ. The town was referred to as Spur and its chief was called the Nagrik. ഓക്കെ, ഉണ്ടോ? അപ്പോ ഏൻഷ്യന്റ് ഇന്ത്യയെ പറ്റിയും പഞ്ചായത്ത് രാജ് റിഗാർഡിംഗ് ഒരു ചോദ്യമാണ്. The town was referred to as Spur and its chief was referred as Nagrik. അതും ശരിയാണ്. അപ്പൊ 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? Local bodies were not free from any royal interference. Local bodies were not free from any royal interference. അപ്പൊ അവർക്ക് ഫ്രീഡം ഇല്ലെന്നാ പറയുന്നത് ലോക്കൽ ബോഡീസ്. അത് തെറ്റാണ് സംഭവം. ലോക്കൽ ബോഡീസ് വേർ ഫ്രീ, ശരിക്കും അതാ പറയുന്നത്, നോട്ട് വരാൻ പാടില്ല. ലോക്കൽ ബോഡീസ് വേർ ഫ്രീ ഫ്രം എനി റോയൽ ഇന്റർഫിയറൻസ്. അപ്പൊ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കറക്റ്റാ ചോദിച്ചിരിക്കുന്നത്, നോട്ട് കറക്റ്റ് അല്ല. 1 ഈസ് കറക്റ്റ്, 2 ഈസ് കറക്റ്റ്. There is a mention of village panchayat in Kautilya's Arthashastra. The town was referred as Spur and its chief was Nagrik. Local bodies were free from ആണ്, ഇവിടെ not free എന്നാ കിടക്കുക. അപ്പൊ that is the reason why third statement is false. അപ്പൊ 1 and 2 ആണ് correct. നമുക്ക് നോക്കാം ഏതൊക്കെ ഓപ്ഷൻസ് ആ ഉള്ളതെന്ന്. ഫയല് A 1 only, C 2 and 3 only, C 1 and 2 only, D 1 2 3 only. 1 2 and 3. അപ്പൊ ആൻസർ എന്താ വരണ്ടേ? ആൻസർ is 5C 1 and 2 only. Answer is 5C 1 and 2 only. Okay, the answer is 5C 1 and 2 only. Okay, fine. ഇതിൽ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ ജസ്റ്റ് ഒരു കാര്യം ഓർത്ത് വെച്ചോണേ. ഈ സ്റ്റേറ്റ്മെന്റിൽ ദ ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം വാസ് ഫസ്റ്റ് റെക്കമെൻഡഡ് ബൈ, അങ്ങനെ ഓർത്ത് വെച്ചോണേ, ബൈ അശോക് മെഹ്ത്ത കമ്മിറ്റി. ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാ വരുന്നത്. അപ്പൊ ദ ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം വാസ് ഫസ്റ്റ് റെക്കമെൻഡഡ് ബൈ അശോക് മെഹ്ത്ത കമ്മിറ്റി എന്ന് കാണുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ആദ്യമായിട്ട് ആരാ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്? ദാറ്റ് ഇസ് നമ്മുടെ ബൽവന്ത് റായ്. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവുന്നത്. ക്ലിയർ? ഫൈൻ. ഇനി അടുത്ത് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ലോക്കൽ സെൽഫ് യൂണിറ്റ്സ് ഇൻ വേദിക് എറ ആർ കറക്റ്റ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നാ ചോദിച്ചിരിക്കുന്നത് റിഗാർഡിംഗ് വേദിക് എറ, റിഗാർഡിംഗ് ലോക്കൽ സെൽഫ് യൂണിറ്റ്. ഇൻ ദ ഋഗ് വേദ there is a mention of Sabha, Samiti and Vidhata as local self units. ശരിയാണോ? During the Rig Veda, the local self units, in the Rig Veda there is a mention of Sabha, Samiti and Vidhata as local self units. That is true. Ini there were democratic bodies at local level. അപ്പൊ അന്നും there were democratic bodies at the local level. അപ്പൊ സിക്സ്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? അതും ശരിയാണ്. The king used to get approval regarding certain functions and decisions. ഈ ചോദ്യം കണ്ടോ? The king used to get approval regarding all functions ആയിരുന്നെങ്കിൽ അത് തെറ്റായാണ്. അപ്പൊ ചില കാര്യത്തിന് ഇവരുടെ അപ്രൂവൽ എടുക്കുമായിരുന്നു കിങ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവാനാണോ തെറ്റാവാനാണോ ചാൻസ് ഉള്ളത്? റിഗാർഡിംഗ് ലോക്കൽ സെൽഫ് യൂണിറ്റ് ഇൻ വേദിക് എറ, the king used to get the approval regarding certain functions and decisions. That is why it is true. ഓർത്ത് വെച്ചോണേ, ചില സമയത്ത് ഓൾ ഫംഗ്ഷൻസ്, റിഗാർഡിംഗ് ഓൾ ഫംഗ്ഷൻസ് ആകുമ്പോൾ തെറ്റാണ്. എല്ലാ ഫംഗ്ഷൻസും അവരോട് അപ്രൂവൽ വെച്ചിട്ട് കിങ്ങിന് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ certain functions the king used to get approval. അപ്പൊ 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്, 3ഉം ശരിയാണ്. അപ്പൊ ആൻസർ എന്താ വരണ്ടേ? ആൻസർ is 6 1 2 3 വരണം. A 1 only, B 1 and 2 only, C 2 and 3 only, D 1 2 and 3. അപ്പൊ ഉറപ്പായിട്ടും ആൻസർ എന്താ വരണ്ടേ? ആൻസർ is 6D 1 2 and 3 only. Answer is 6D 1 2 and 3 only. Clear? Fine. അടുത്ത നോക്കാം.
the fundamental objectives of Panchayati Raj system is to ensure what? ഇവിടെ ഒരു ഡൗട്ട് വരും, എപ്പോഴും ഒരു നല്ലൊരു ചോദ്യമാണ്. പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെന്റ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ പറയുമ്പോൾ തന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ കയ്യിൽ മാത്രം പവർ ഇരിക്കരുത്, അല്ലെ? താഴെ ആൾക്കാർക്കും പവർ കിട്ടണം. അപ്പൊ അവിടെ പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഡെവലപ്മെന്റ് നടക്കും, അല്ലെ? കറപ്ഷൻ ഒക്കെ കുറയും. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ദ ഫണ്ടമെന്റൽ ഒബ്ജക്ട് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഈസ് ടു എൻഷുർ പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്. പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി അത് വരുന്നുണ്ടോ? ദ ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പഞ്ചായത്ത് രാജിൽ അത് വരുന്നില്ല. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ അത് ഉറപ്പായിട്ടും വരും. അതല്ലേ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഫിനാൻഷ്യൽ മൊബിലൈസേഷൻ അത് ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ടോ? വരുന്നില്ല. അപ്പൊ ഏതൊക്കെയാണ് ദി ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം? ഏതൊക്കെയാണ്? പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഈ രണ്ട് പോയിന്റ് എപ്പോഴും ഓർത്ത് വെച്ചോളെ. ദീസ് വെർ ദി ഫണ്ടമെന്റൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ശരി? 1 and 3. 1 and 3 only. നമുക്ക് നോക്കാം, ഉണ്ടോ? A 1 and 2 only, B 2 and 4 only, C 1 and 3 only, അതോ D 1, 2, 3 and 4. ഉറപ്പായിട്ടും ആൻസർ എന്താ വരണ്ടേ? ആൻസർ is 7C 1 and 3 only. ആൻസർ is 7C 1 and 3 only. കിട്ടിയോ? അപ്പൊ ആൻസർ is 7C 1 and 3 only is the right answer. Okay, good. അടുത്ത നോക്കാം നമുക്ക്. Consider the following statements regarding 73rd Constitutional Amendment Act. നിങ്ങളുടെ സിലബസിനകത്ത് പറയുന്നുണ്ടല്ലേ, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷനകത്ത് ഇമ്പോർട്ടന്റ് അമെൻമെന്റ്സ്, പിന്നെ അവിടുന്ന് വരാൻ പറ്റുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ത്രൂ ദ 73rd Constitutional Amendment Act of 1992. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? അത് ശരിയാണ്. പഞ്ചായത്തി രാജ് institution was constitutionalized through the 73 Constitutional Act 1992. First statement is true. Clear? അടുത്ത നോക്കാം. The Act had added a new chapter, Part 9, to the Constitution of India and consists of provisions from Article 243 to Article 243O. But the Act had added a new Part 9 to the Constitution. Consists of provisions from Article 243 to 243O. അപ്പോൾ അതും ശരിയാണ്, അല്ലടാ? റിഗാർഡിംഗ് 73rd Constitutional Amendment Act. അപ്പൊ 1ഉം ശരിയാണ്, 2ഉം ശരിയാണ്. ഇതുവരെ 1 and 2 ഇതുവരെ ശരിയാണ്. നമുക്ക് ഇനി വേറെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം നോക്കാം, ഉണ്ടോ? In addition, the Act also has added a new 12th schedule to the Constitution. 73rd Amendment ആണോ 12th schedule കൊണ്ടുവന്നത്? അല്ലല്ലോ, അപ്പൊ അത് തെറ്റാണ്. In addition, എന്താണ്? The Act also added a 11th schedule. Because 12th മുനിസിപ്പാലിറ്റീസിനെ പറ്റിയല്ലേ പറയുന്നത്. അപ്പൊ which all above statements are correct? 1 and 2 only, 1, 2 and 3, 2 and 3, അതോ 1 and 3? 1ഉം 2ഉം അല്ലേ ശരിയായിട്ട് വരുന്നത്. അപ്പൊ ആൻസർ is 8A 1 and 2 only. Why the third statement is wrong? Because it added a new 11th schedule to the Constitution. അതുകൊണ്ടാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായി വരുന്നത്. Clear? The answer is 1 and 2 only. Why the third statement is wrong? നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഓക്കെ, അടുത്ത നോക്കാം. Which was established as the first program of community development? അപ്പൊ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ അകത്ത് ഏതാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് 9ാമത്തെ ചോദ്യം. അപ്പൊ which was established as the first program of community development? Integrated Rural Development Program, National Extension Service, Cooperation Movement, അതോ ജനറൽ ഹെൽപ്പ് ഡൊണേഷൻ പ്രോഗ്രാം? ഇതിൽ ഏത് ആദ്യമായിട്ട് വന്നത്? IRDP ആണോ, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ആണോ, അതോ കോപ്പറേഷൻ മൂവ്മെന്റ് ആണോ, അതോ ജനറൽ ഹെൽപ്പ് ഡൊണേഷൻ പ്രോഗ്രാം ആണോ? ഉറപ്പായിട്ടും ആൻസർ ചെയ്താ വരണ്ടേ? ആൻസർ ഇസ് 9B, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഇതെന്നാ ഫോർമുലേറ്റ് ചെയ്ത്? ഇറ്റ് വാസ് ഫോർമുലേറ്റഡ് ഇൻ April 1953. ക്ലിയർ? അപ്പൊ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് വാസ് ഫോർമുലേറ്റഡ് ഇൻ April 1953. ശ്രദ്ധിക്കണേ, ഫോർമുലേറ്റഡ്. ഇനി ഇതെന്നാ ഇനോഗ്രേറ്റ് ചെയ്ത്? ഇറ്റ് വാസ് ഇനോഗ്രേറ്റഡ് ഓൺ 2nd October 1953. ഓർത്തു വെച്ചോ, എന്നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഫോർമുലേറ്റ് ചെയ്ത്? April 1953. ഇതെന്നാ ഇനോഗ്രേറ്റ് ചെയ്ത്? October 1953.
അപ്പൊ which was established as the first program of community development program? Answer is 9B, National Extension Service. അപ്പൊ ശരിക്കും നമ്മൾ സിലബസിൽ കണ്ടോടാ എങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. ഡയറക്റ്റ് ചോദിക്കാം, ചിലപ്പോഴോ ഏൻഷ്യന്റ് ഇന്ത്യയിൽ വരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, ചിലപ്പോൾ അതിനകത്ത് മെഡിവലും ചോദിക്കാം. വി ഡോണ്ട് നോ. സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഏൻഷ്യന്റ് ആണ്, ബട്ട് ആഡ് മെഡിവൽ ഓൾസോ അല്ലെ. അതിന്റെ അമെന്റ്മെന്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചിലപ്പോൾ അതിന് വരുന്ന സ്കീംസ് ചോദിക്കാം. ക്ലിയർ? അപ്പൊ 9 എന്താ വരണ്ടേ? 9B, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഓക്കെ, അടുത്ത നോക്കാടാ. പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഓഫ് വാട്ട്? ലോക്കൽ സെൽഫ് ഗവർണൻസ്. അത് ശരിയാണോ? അത് ശരിയാവാനാ ചാൻസ് അല്ലേ. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവർൺമെന്റ്. ദാറ്റ് ഇസ് ട്രൂ. 3-tier ഗവർണൻസ് വിത്ത് ബയോ റിലേഷൻസ്. അതും ശരിയാണ്. 3-tier ഗവർണൻസ് വിത്ത് ബയോ റിലേഷൻസ്. ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അതും ശരിയാവാൻ ചാൻസ് ഉണ്ട് അല്ലേ. It comes under democratic decentralization. Hierarchy construction. അത് വരാൻ ചാൻസ് ഉണ്ടോ? പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഓഫ് ഹെറാർക്കി കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുമ്പോ ഒന്ന് ആലോചിച്ച്. എനി ഗസ്? ഇല്ല, അത് തെറ്റാവാനാ ചാൻസ് ഉള്ളു അല്ലെ. ഇറ്റ് ഡസ് നോട്ട് കംസ് അണ്ടർ പഞ്ചായത്തി രാജ് സിസ്റ്റം. അപ്പൊ പഞ്ചായത്തി രാജ് സിസ്റ്റം ഇസ് എ സിസ്റ്റം ഓഫ് ലോക്കൽ സെൽഫ് ഗവർമെന്റ്, 3-tier ഗവർണൻസ് വിത്ത് ബയോ റിലേഷൻസ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. 4 വരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എന്ന് ചോദിച്ചിരിക്കുന്ന? 1 ഈസ് കറക്റ്റ്, 2 ഈസ് കറക്റ്റ്, 3 ഈസ് കറക്റ്റ്. വല്ല സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടോ? നമുക്ക് നോക്കാം. A 1 and 3 only, B 2 and 4 only, C 1, 2 and 4 only, D 1, 2 and 3 only. Answer is എത്രയാണ്? 10D 1, 2 and 3 only. Fourth വരത്തില്ല. Answer is 10D 1, 2 and 3 only is the right answer. Okay, 10D 1, 2 and 3 only. Okay, fine. Next, the 73rd and the 74th amendments of the Constitution are responsible for the creation of what? നോക്കണേ, എടുത്തു പറയുവാണ് രണ്ട് അമെന്റ്മെന്റ്സും. The 73rd and 74th amendments of the Constitution are responsible for the creation of what? ഏതാവാനാ ചാൻസ് ഉള്ളത്? ഒന്ന് ആലോചിച്ചേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. അതൊരു ഫാക്ടർ ആവാനാ ചാൻസ് ഉള്ളത് അല്ലേ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എനിത്തിങ് എൽസ് വരാൻ ചാൻസ് ഉണ്ടോ? ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷൻ. അത് കമ്മീഷൻ ആണ്. ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മീഷൻ, ദാറ്റ് ഇസ് സി. അത് വരാൻ ചാൻസ് ഉണ്ടോ? അപ്പോ 11th അതും വരാൻ ചാൻസ് ഉണ്ട്. സ്റ്റേറ്റ് പ്രോപ്പർട്ടി ടാക്സ് വാല്യൂഷൻ ബോർഡ്. ഇല്ല, അതിന് മുമ്പേ അല്ല അത് വന്നിരിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, അത് വരാൻ ചാൻസ് ഉണ്ടോ? സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ, അതും വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ the 73rd and 74th amendments of the Constitution are responsible for the creation of what? State Election Commission, District Planning Commission, State Finance Commission. State Property Tax Valuation Board വരത്തില്ല. അപ്പൊ 1 is right, 2 is right and 4 is right. നോക്കട്ടെ ഏതാ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ആദ്യം നോക്കാം ഏതൊക്കെ ശരിയാണോ ഏതൊക്കെ തെറ്റാണെന്നോ ചോദിച്ചിരിക്കുന്നത്. നോക്കാം. അപ്പൊ വിച്ച് ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ റെസ്പോൺസിബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ടും 1 is true, 2 is true and 4 is true. അപ്പൊ A 1 and 2 only, B 2, 3 and 4 only, C 1, 2 and 4 only, D 1, 2 and 3 only. അപ്പൊ ആൻസർ എന്താ വരണ്ടേ? ആൻസർ is 11 C 1, 2 and 4 only. Answer is 11 C 1, 2 and 4 only. കേട്ടോ, രണ്ട് അമെന്റും കൂടെ ചേർത്തിട്ട് അത് കാരണം എന്തൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയും ചോദിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, അടുത്ത നോക്കാടാ. ഹൂ നോട്ടിഫൈസ് ദി ഓൾട്ടറേഷൻ ഓഫ് ലിമിറ്റ്സ് ഇൻ ബ്ലോക്സ് ആൻഡ് ജില്ലാ പഞ്ചായത്ത്? അപ്പൊ നോക്കിയേ, ബ്ലോക്ക് ആൻഡ് ജില്ലാ പഞ്ചായത്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ഓരോ സ്റ്റേറ്റിലല്ലേ വരത്തുള്ളൂ. അപ്പൊ അതാരാ നോട്ടിഫൈ ചെയ്യുന്നതാണ് ചോദ്യം. Who notifies the alteration in limits of blocks and Jilla Panchayat? Is it State Election Commission, അതോ Governor, അതോ Collector and Returning Officer, അതോ Division Commissioner? ഏതാവാനാ ചാൻസ്? Who notifies the alteration in limits of block and Jilla Panchayat? State Election Commission, Governor, Collector and Returning Officer, അതോ Division Commissioner? ഉറപ്പായിട്ടും ഏതാവാനാ ചാൻസ് ഉള്ള? ആൻസർ ഇസ് 12B, Governor. അപ്പൊ Governor notifies the alteration in limits of block and Jilla Panchayat. Governor notifies the alteration in limits of block and Jilla Panchayats. Clear? Governor
നോട്ടിഫൈസ് ദ ലിമിറ്റ്സ് ഇൻ ബ്ലോക്ക് ആൻഡ് ജില്ലാ പഞ്ചായത്ത്. അപ്പൊ ക്വസ്റ്റ്യൻസ് കണ്ടോ എങ്ങനെയൊക്കെയാ ചോദിക്കുന്നത് റിഗാർഡിംഗ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ക്ലിയർ? നോക്കി എങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ചില ചോദ്യങ്ങൾ എങ്ങനെയാ ചോദിച്ചിരിക്കുന്നത്, മെമ്പേഴ്സിനെ പറ്റി ചോദിക്കുന്നുണ്ട് അല്ലെ, ആർക്കാണ് ഒത്തോറൈസ് ടു ലിവൈ ടാക്സസ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഏതാണ് ടാക്സസ് എന്നുള്ള ചോദ്യം നമ്മൾ പഠിച്ചത്? ദാറ്റ് ഈസ് റിഗാർഡിംഗ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലെ, സെൻട്രൽ ഗവൺമെന്റ് അല്ല. പിന്നെ സ്കീമുമായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്, സ്കീം ആൻഡ് ആർട്ടിക്കിൾസുമായിട്ട്. ഇപ്പൊ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് സ്കീം എന്ത് ആർട്ടിക്കിളുമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത്? ആർട്ടിക്കിൾ 43 ആയിട്ടാണ്, ബട്ട് പറഞ്ഞിരിക്കുന്നത് 40 ആണ് സംഭവം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ. അപ്പൊ സ്കീംസ് റിഗാർഡിംഗ് പഞ്ചായത്തി രാജ് അങ്ങനെ പഠിച്ചിട്ട് പോലെ. പിന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, ആരാണ് റെക്കമെൻഡ് ചെയ്തത് 2 ടയർ മോഡൽ, ആരാണ് ആദ്യമായിട്ട് ഡീസെൻട്രലൈസേഷൻ സിസ്റ്റം റെക്കമെൻഡ് ചെയ്തത്, ചിലപ്പോൾ അങ്ങനെ ചില ചോദ്യങ്ങൾ വരാം. പിന്നെ ഓർത്ത് വെക്കേണ്ടത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡ്യൂറിങ് ഏൻഷ്യൻ ടൈം, അവിടെ മൗര്യൻസിന്റെ സമയത്ത് വരാം, വേദിക് പീരീഡ് വരാം. അതാണ് നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്തത് അല്ലേ. വേദിക് സമയത്ത് എന്തൊക്കെയാ മെൻഷൻ ചെയ്തിരിക്കുന്നത്? സഭ, സമിതി, വിധാത്ത. ജസ്റ്റ് റിമെമ്പർ, മെഡിവലും പഠിച്ചിട്ട് കുട്ടിയോടെ ചില ക്വസ്റ്റ്യൻസ് അതിനും ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് സംഭവം. ക്ലിയർ? കിങ്സ് ചോദിക്കുന്നുണ്ടോ, സർട്ടൻ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സംഭവം അല്ലെ. അന്നത്തെ കൗട്ടില്യയുടെ സമയത്ത് ടൗണിന് എന്താ റെഫർ ചെയ്തിരിക്കുന്ന, പുർ എന്നൊക്കെ പറഞ്ഞിട്ട് റെഫർ ചെയ്തിട്ടുണ്ട്. ചീഫിന് എന്താ റെപ്രസെന്റ് ചെയ്യുന്ന, നാഗരിക്. അപ്പൊ ചിലപ്പോൾ അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ക്ലിയർ? പിന്നെ മിക്സ് ആയിട്ട് ചോദിക്കാടാ അമെന്റ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, 73rd and 74th അമെന്റ്മെന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് വാട്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചോദിക്കാം? അങ്ങനെയും ചോദിക്കാം. ക്ലിയർ? നൗ കം ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇച്ചിരി ട്രിക്കിയാണ്, ചില സമയത്ത് മാറ്റി പറയുന്നുണ്ട്. ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് നോ അതോറിറ്റി ഓവർ ലോക്കൽ ബോഡി ഇൻ റിലേഷൻ ടു വിച്ച് മാറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സിറ്റിസൺസ് കംപ്ലൈന്റ്, എക്കണോമിക് മാറ്റേഴ്സ്, ലോ മേക്കിംഗ്, മാറ്റേഴ്സ് റിലേറ്റഡ് ടു സർവീസ്മെൻ. ഇത് ഇച്ചിരി ട്രിക്കുള്ള ചോദ്യമാണ് സംഭവം. ആൻസർ ഇസ് 13A, സിറ്റിസൺസ് കംപ്ലൈന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് നോ അതോറിറ്റി ഓവർ ലോക്കൽ ബോഡീസ് ഇൻ റിലേഷൻ ടു വിച്ച് മാറ്റേഴ്സ്. ആൻസർ ഈസ് സിറ്റിസൺസ് കംപ്ലൈന്റ്. പേഴ്സണൽ മാറ്റേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് കാണാറുണ്ട് ആ സംഭവം. ക്ലിയർ? അപ്പൊ ശരിക്കും നമ്മളിപ്പോ എന്തിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്? LSGAയുടെ സെക്രട്ടറി അല്ലെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ദോസ് ഹു ക്ലിയർ പ്രിലിംസ് അവർക്ക് മെയിൻസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് MCQs ഒരു രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് കോൺടാക്ട് ചെയ്യുക. സെയിം സിലബസ് ഓറിയന്റഡ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ സിലബസ് നമുക്കറിയാം, LSGAയുടെ പാർട്ട് 2ന്റെ സിലബസ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിലബസ് അല്ലെ, പാർട്ട് 2 വരാൻ പോകുന്ന സംഭവം. അതാണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് വരുന്നത് സംഭവം. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മെജോറിറ്റി ഡിസ്കസ് ചെയ്യുന്നത് സംഭവം. ബിക്കോസ് ഓൾറെഡി യു നോ ദി സിലബസ് ഓഫ് പാർട്ട് 2. അതിൽ എന്തൊക്കെയുണ്ട്? ഇന്ത്യൻ പോളിറ്റി, ഇന്ത്യൻ എക്കണോമി, റൂറൽ ഡെവലപ്മെന്റ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതിന്റെ എല്ലാം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത്, കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട്സ് ആൻഡ് ലോക്കൽ ഡെവലപ്മെന്റ്, ദെൻ അർബൻ ഗവർണൻസ്, ഇ ഗവർണൻസ്. അപ്പൊ ഓരോന്നിന്റെയും മെയിൻസിന്റെ പാർട്ട് 2ന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് MCQs. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ദോസ് ആർ ഇൻട്രസ്റ്റഡ് നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതിന്റെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ പഠിക്കുന്ന സംഭവം റിഗാർഡിംഗ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസ്. അതുപോലെ ആയിരിക്കും നമ്മൾ അടുത്ത ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, കൺസെപ്റ്റ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റ്, അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ? അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ദോസ് ആർ ഇൻട്രസ്റ്റഡ് ഡു ജോയിൻ, ബന്ധപ്പെടുക ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. ഓക്കെ?